ലോകത്തിലെ ഏറ്റവും വലിയ ഇത് സമയത്തേക്കൊരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധീനത്തിലുള്ള അച്ചടക്ക ബോധമുള്ള ശിസ്തുബദ്ധമായ ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് SKSF. ലോകത്തിൽ എത്രമാ വിദ്യാർത്ഥി സംഘടനകൾ ഞാൻ കണ്ടാണ് നോക്കിയതാണ്. പക്ഷേ ഇത്ര ജനപിന്തുണയുള്ള ജനബെമ്പലുള്ള ഒരു ശാസ്ത്രീയമായ രീതിയിൽ പുതിയ പുതിയ പദ്ധതികൾ യോജന കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഒരു വിദ്യാർത്ഥി സംഘടന ലോകത്ത് കാട്ടുവാൻ സാധ്യതയില്ല. അത് ഒരേ ഒരു സംഘടന, അത് SKSF മാത്രമായിട്ടേക്കാണ്. ഇതിനാണ് ഇവിടെ വന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുവാനായിട്ട് ചൊല്ലിയ ഒരു പലക്കല്ല, അല്ലെങ്കിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായിട്ട് ചൊല്ലിയൊരു പലക്കല്ല. ഇത് യഥാർത്ഥമായിട്ടേക്ക് ലോകത്ത് SKSF ചൊല്ലൊരു വിദ്യാർത്ഥി സംഘടനയായിട്ട് എത്ര വിദ്യാർത്ഥി സംഘടനകൾ രാജകീയത്തിലുണ്ട്, ധാർമ്മികമായിട്ടുണ്ട്, സാമാജികമായിട്ടുണ്ട്, സാംസ്കാരികമായിട്ടുണ്ട്. പക്ഷെ ഇത്തരം നല്ല സെറ്റപ്പ് ഇല്ല. ഓരോരോ യൂണിറ്റും ക്ലസ്റ്ററും വലയവും അതേപോലെ ജില്ലയും സ്റ്റേറ്റും കമ്മിറ്റിയും അതിന് നല്ല നല്ല ഓരോരോ പേന്മായ ടൈമുകളും വിശേഷ ദിനത്തുകളും പ്രത്യേകമായ യോജനയും പദ്ധതിയും അത് ധാർമ്മികമായിട്ടും വിദ്യാഭ്യാസമായിട്ടും എല്ലാ നിലക്കുമുള്ള ഓരോരോ പദ്ധതി യോജന കൊണ്ടുപോയി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ അടുത്ത് പുതിയ ഒരു യോജനയായിട്ട് ജാരിയാണ് ചൊല്ലുന്നത്. കേട്ടിട്ടിക്കുവാർ സഹചാരി സെന്റർ ഉപനായിട്ടുള്ള ജാരിയാണ്. ആ ഒരു പേര് കേൾക്കുമ്പോൾ എത്ര കൃഷിയാവണം നമുക്കറിയാം. ഇങ്ങനത്തെ ഒരു പേര് കൊണ്ട് ഞങ്ങൾ ഒരു മനസ്സിൽ പോലും വിചാരിച്ചിരിക്കല. ഓരോരോ വിങ്ങിയുടെ പേര് നിങ്ങൾ നോക്കൂ. ഒരു ട്രെൻഡ്, വിക്കായ, ക്യാമ്പസ് വിങ്, സഹചാരി, ഇങ്ങനത്തെ ഓരോരോ വിങ്ങിയുടെ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ അത്ഭുതമാവും. ജാലിയാണ് ഞങ്ങൾ കേട്ടില്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു പേര് പറഞ്ഞു. ആ ഒരു ജാലിയായ ഒരു ഫണ്ട് ശേഖരിക്കുന്നത് ഇന്ത്യത്തിലെ കണക്കെത്ര നോക്കിയാൽ 1.5 കോടി രൂപയാണ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഒരു ജാലിയാഞ്ചിന്റെ ഒരു ഫണ്ട് ശേഖരം തുടങ്ങിയത് മാത്രം. അപ്പൊ എത്ര ജനപിന്തുണ ഉണ്ടോ SKSF ഇതിൽ നമുക്ക് മനസ്സിലാവണം. മാഷാ അല്ലാഹ്, ഇണ്ട് 1,68,98,293 രൂപ ഇന്ത്യത്തെ കണക്കായിട്ടേക്ക്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. എന്തിനേറ്റിക്കൊരു സഹചാരി ഞങ്ങളെ സംഘടന നിന്നെങ്ങാവട്ടു ഇല്ലാതെങ്ങാവട്ടു ഞങ്ങളെ റായത്ത് രോഗിയായിട്ട് അങ്ങ് ചികിത്സക എന്തുമില്ലാണ്ടും അത് ഏത് വിഭാഗത്തെയും, അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ഏത് ധർമ്മത്തിനാവട്ടെ ഞങ്ങൾ SKSF ഓഫീസുമായി ഇരുട്ടുമായി ഞങ്ങൾ ബന്ധപ്പെട്ടേക്ക് അങ്ങ് ഞങ്ങൾ എടുത്തു കൊടുക്കണ കർത്തവ്യം ഞങ്ങൾ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ അതിനെ എടുത്തു കൊടുത്ത് ഓരോ രോഗികൾക്കും ചിലപ്പോൾ 4 മതക്ക് പൈസ 500 രൂപ ചെലവാക്കുന്ന എത്ര രോഗികളുണ്ടാകും. അതെങ്കിലും ഡയാലിസിസ് ആക്കുമ്പോൾ എത്രമാ പൈസ വേണം. ഇല്ലെങ്കിൽ തിങ്ങൾക്ക് ഒരു 500 രൂപയുടെ മരുന്നെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജനത്തിങ്ങൾ ഒരു 500 രൂപയുടെ മരുന്ന്, ഇങ്ങനത്തെ എത്രമാ രോഗികൾ ഞങ്ങൾ അങ്ങ് മറന്നു കൊണ്ടൊരു പൈസ ഇല്ല. എത്രമാ രോഗിയായിട്ട് മരിച്ചു കൊണ്ടാറ് കേൾക്കുന്ന കേസിയാവും. ഇങ്ങനത്തെ എല്ലാവരും ആ രോഗികൾക്ക് ഇതിനായിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതിയായിട്ട് സഹായിച്ചു. ഇന്ത്യത്തിൽ മാത്രമല്ല, ഇന്ത്യത്തെ അകത്തും പുറത്തും ലോകത്ത് എല്ലാ ഭാഗത്തും 24 ഒരു ശമ്പളം എടുക്കാണ്ട് ഏത് ടൈമിലും വിളിച്ചിങ്ങനെ പണ്ട്. അത് പ്രളയം വന്നപ്പോ നിങ്ങൾ ബന്ധിക്കൂ, കൊറോണ ടൈമിൽ നിങ്ങൾ ബന്ധിക്കൂ, അതേപോലെ ഇപ്പൊ മലകാലത്ത് എത്ര മറബോധിക്കൂ, അവബോധിക്കൂ, പരചരിഞ്ഞിട്ടോ റെഡിയായിട്ട് എത്തിയിട്ട് അതിലെല്ലാം സമാക്കി തനക്കൊരു സാന്ത്വനാഗ്രഹത്തെ ഒരു ഭാഗത്തേക്ക് വിക്കായ. മാഷാ അല്ലാഹ്, നിങ്ങൾ നോക്കൂ, 5 വർഷത്തിന് മുന്നോളൂ ഞാനിതൊക്കെ ചൊന്നൊരു 5 വർഷത്തിന് മുന്നോളൂ സൗദി അറേബ്യയിൽ ഒരു ഹജ്ജിന്റെ ടൈമുള്ളൂ. ആ സൗദി അറേബ്യയിലെ ഹജ്ജിന്റെ ടൈമിൽ വിക്കാ എത്രമാ വോളണ്ടിയർമാരുള്ളാറ്, TNCC രംഗുള്ളാറ്, ബാക്കുന്ന എത്രമാ സംഘടനകളെ വോളണ്ടിയർമാരുള്ളൂ. പക്ഷേ ഈ SKSFയുടെ വിക്കായത്തെ പ്രവർത്തന കണ്ടിട്ട് എന്തിനാക്കി കൊണ്ടുണ്ട് സൗദി ഗവൺമെന്റ് പോലുള്ള അംഗീകാര സർട്ടിഫിക്കറ്റ് ഈ വിക്കായത്തിന് കൊടുക്കും. അപ്പൊ എത്ര ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ SKSFയുടെ വിക്കായത്തിന് ആലോചന എവിടെ കൊടുക്കൂടെ? ഹജ്ജിക്ക് പോകേണ്ട അവിടെ അങ്ങനെ പ്രവർത്തന കണ്ടിട്ട് സൗദി ഔഖാഫ് വകയിൽ ഒരു അംഗീകാര പത്രം, ഒരു സർട്ടിഫിക്കറ്റ് വിക്കായത്തിന് കിട്ടിയിട്ട് ചൊന്നെങ്കിൽ എവിടത്തോളം എത്തിയിട്ട് നമ്മൾ നോക്കണോ. അത്ര പേര് ബൽമിത്ത്. അതേപോലെ ട്രെൻഡ്, അത് വിദ്യാഭ്യാസമായ കാര്യത്തിൽ ട്രെൻഡ് നിങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾ നോക്കൂ, വിദ്യാഭ്യാസപരമായിട്ട് എന്തിനല്ലാതെ ആക്കരുത് നിങ്ങൾ അതില് നല്ല പഠന ക്ലാസുകൾ, അതേപോലെ സ്കോളർഷിപ്പ് കിട്ടണ വേണമെങ്കിൽ അങ്ങനത്തെ വ്യവസ്ഥ, അതേപോലെ എൻട്രൻസ് എക്സാമുകളിലെ കോച്ചിങ്, അതേപോലെ PSC,
UPSC ക്ലാസ്, അതേപോലെ മോഡൽ എക്സാമും, അതേപോലെ അക്കാഡമിക്കുള്ള സെമിനാർ, ഇതുമായി വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവനേറ്റിക്കട് ഈ ട്രെൻഡ് ചൊല്ലുന്നത് രൂപീകരിക്കരെ. അതേപോലെ ഇത് നിങ്ങൾ നോക്കൂ, എത്രമാ പഠിപ്പില്ലാതെ നമുക്ക് പഠിക്കുള്ളൂ, നല്ല എല്ലാ വിഷയത്തിലും A+ എടുക്കാറ്, എല്ലാത്തിലും A ഗ്രേഡ് എടുക്കാറ്. പക്ഷെ അത് മുന്നോട്ട് പഠിപ്പാട്ടോടുകൂടി ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ മുന്നോട്ട് കൊണ്ടു സാധ്യമാവില്ല. അങ്ങനെ എന്തിനാക്കിടാറ്, ഗൾഫ് കടത്തറാറ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണിയുടെ കടക്ക, അല്ലെങ്കിൽ അങ്ങാടിക്ക് സ്വർത്ത് കടത്തറാറ്, കൈന്തി കൊണ്ടിട്ട് മുന്നോട്ട് ലാഖ് പൈസ ഇല്ല, പോലീസ് ആവാം, അല്ലെങ്കിൽ കളക്ടർ ആവാം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടർ ആവാം. എല്ലാത്തിനും നമുക്ക് മാർഗവും ഞങ്ങൾക്ക് കഴിയുന്നു. പക്ഷെ വിദ്യാഭ്യാസം ഇല്ല. മാഷാ അല്ലാഹ്, ഇന്ന് SKS എത്രമാ ജാതിയിൽ വലിയ വലിയ IPS, എത്രമാ വലിയ എത്രയും ഈ ഇന്ത്യയിൽ നിന്ന് മുസ്ലിം സമുദായത്തെ കിട്ടിയ വലിയ വലിയ സ്ഥാനകത്വങ്ങളെ ഈ പൈസ ഇല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടങ്ങളെ കൊണ്ടിട്ട് വലിയ വലിയ കോളേജുകളും ചേർപ്പാടിട്ടാക്കി വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ആക്കിയത്. അതെല്ലാം ഈ അടുത്ത് വന്നൊരു വിഷയത്തിക്കട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരു നല്ല പ്രവർത്തനം കാട്ടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ ഇബാദത്തുള്ളൊരു സംഘടന, ഇബാദത്തുള്ളൊരു സംഘടനകളുണ്ടെങ്കിൽ ഒരു മുസ്ലിമുകളെ ഇസ്ലാമിലേക്ക് കണ്ടുപിടിക്കുക. അത് വലിയൊരു പബ്ലിസിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ വലിയ വലിയ സാർവജനിക സഭയ്ക്കലങ്ങൾ അതായത് ഇവിടെ മൂലൽ മൈക്കയില്ലെങ്കിൽ അങ്ങ് ബോക്സ് മൈക്കൊന്നുമില്ല, അങ്ങനെ ഒരു മൂലൽ പോയിട്ട് ഇസ്ലാമിൽ നിർബന്ധിച്ചിട്ട് പറപ്പാട്ടുള്ള ആരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഞങ്ങളെല്ലാം ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ട് എല്ലാരാക്കി ഇസ്ലാമിനെ സംബന്ധിച്ച് ഒന്നു കൊടുത്തിട്ടു. ഇന്ത്യ എത്രത്തോളം മുസ്ലിമായിരുന്നു. ഇബാദിൽ 300 ജില്ലാര ആൾമാർ അമുസ്ലിമിനെ മുസ്ലിമാക്കി ഇബാദ് ഞങ്ങൾക്കാറ് കൊടുത്തുണ്ടാകാം. നിങ്ങൾ നോക്കൂ, അങ്ങ് വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല, മൈക്കയിൽ ഇങ്ങനെ പേപ്പറിൽ പറയില്ല, സോഷ്യൽ മീഡിയയിൽ പറയില്ല, എവിടെയെങ്കിലും പോയിട്ട് ഹല്ലിൽ പോയിട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ആഗ്രഹിക്കുന്ന അങ്ങനെ പിടിച്ചിട്ട് ഇസ്ലാം അല്ലാതെ മുസ്ലിമാക്കിയത് 300 ജില്ലയിലെ ആൾമാറായിട്ട്. മാഷാ അല്ലാഹ്, അതൊരു വലിയൊരു തൗഫീഖല്ലേ. 300 ആളുകൾ ഇസ്ലാമിലേക്ക് പറപ്പാട്ടിച്ചെന്നെങ്കിൽ അതായിട്ടിക്കടി ഇബാദത്തുള്ളത്. അതേപോലെ ഇസ്തിഖാമത്തുള്ള ഒരു വിങ്കായിട്ടിക്കടി, അത് ആദർശമായിട്ട് മുന്നുള്ള ആദർശം നിങ്ങൾ ഒന്നിക്കൂ. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം, സമസ്തക്ക് ഒരു ആദർശമുണ്ട്, ആശയമുണ്ട്, നിലപാടുണ്ട്. അത് സമസ്ത എന്ന് തുടങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ അതിക്കൊരു യാതൊരു ബദലാവണ വന്നിട്ടില്ല. ബദലാവണ എത്രമാ സംഘടനയാണ്. ആ ആദർശത്തെ വിട്ടിട്ട് അതിക്ക് എതിരായിട്ട് 6 ബന്ധിക്കും അങ്ങനെ എതിരായിട്ട് അങ്ങനെ വിരുദ്ധായിട്ട് ഖുർആൻ ഹദീസ് കൊണ്ട് അങ്ങനെ സംവാദം നടത്തിയിട്ട് അതിനെ കറക്റ്റ് വിഷയത്തിൽ പാട്ടെടുക്കത്തെ ഒരു വിങ്കായിത്തിക്കട് ഇസ്തിഖാമ ചൊല്ലുന്നതിന് ഈ SKFലൂടെ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ശൈഖുനാ സംസുലയുടെ നേതൃത്വത്തിലായിട്ടിക്കട് ഇതൊക്കെ പേര് വെച്ചിരുമേ CH ഹൈദുറസ് മുസ്ലിയാറായിട്ടിക്കട് അങ്ങനെ നാട് ഈ ടൈമിൽ നടപ്പാക്കിയിട്ട് നല്ല വർക്കത്ത് കൊണ്ടുവന്നു. എന്തും നമ്മൾ സമസ്തയിലായിട്ട് ഇസ്ലാമായിട്ട് മുസ്ലിമായിട്ട് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചൊല്ലോ എന്റെ പലക്കതാണ് ഒന്നുകളുടെ ലാസ്റ്റിനൊക്കെ ചൊല്ലുണ്ട്. മാഷാ അല്ലാഹ്, സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട കൗസൽ ചൊന്തു കൂട്ട് ഓരോരോ പ്രവർത്തനം. പിന്നെ ഓർഗനൈസേഷൻ സൈറ്റിൽ വെച്ചിട്ടല്ലേ വലയത്തിൽ ഓർഗനൈസേഷൻ സൈറ്റിൽ വെച്ച് വലയത്തിൽ 1ാം സ്ഥാനം ചൊല്ലുമ്പോൾ മാഷാ അല്ലാഹ് നമുക്ക് മുതൽ അഭിമാനമുണ്ട്. ഞാനൊരു സ്വറാക്കിൽ ഒരു മഹലിൽ ഞങ്ങളൊരു ഇനിട്ട് ഒരു പശ്ചാമ്പത്ത് ഞങ്ങൾക്കൊരു കൊസി ഞാൻ ഇതിക്ക് 300 കൂടിന് ബലിയായിട്ട് നിങ്ങൾ ഗൊന്തിക്കൂ. ജില്ലയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പിന്റെ കൂടിന് പണി ഇടിട്ടായിട്ട് നിങ്ങൾക്ക് ഗൊന്തുണ്ടായില്ല, ഇടീ ജില്ലയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സദസ്സത്തുള്ള കൂടിന ബലി ഇടിട്ടായിട്ട് ഞാൻ 300 ജാഗയ്ക്ക് 3 വർഷം. അപ്പൊ നക്കും അവിടെ അഭിമാണ്. ഇന്ന് ഞാൻ ഭയങ്കര വന്നിട്ട് അവിടെ നമുക്ക് വലയത്തിൽ 1ാം സ്ഥാനം. അത് നമുക്കൊരു ഭയങ്കര സന്തോഷമായിട്ടിക്കട്. ഇത് എപ്പോഴും അല്ലാഹു ഈ ഒരു വിജയം എപ്പോഴും നിലനിർത്തി തരുക. ഇന്ന് ഒരു വികസന ചെന്നിക്ക് ഒരു അഭിവൃദ്ധി ചെന്നിക്ക് ഒരേ യൂണിറ്റ് ഇണ്ട് 3 യൂണിറ്റായിട്ട് ഭയങ്കര 3 യൂണിറ്റ്. ഒന്ന് ഹെഡിലും കെതിരിയും കതിർവല്ല അവിടെ നിന്ന് അങ്ങനെ 3 യൂണിറ്റായിട്ട് മാഷാ അല്ലാഹ്. അപ്പൊ 3 യൂണിറ്റായിട്ട് ചെന്നിക്കാർ ഒരു അങ്ങനെ ഐക്യത്തെ തകർന്നല്ല. മീനി 3 ചിതാതിരിക്കും ഒരു 3 എന്ത് 1 മയ്യലിട്ടിരിക്കേ ഞാൻ ഒട്ടിക്കണം. ഇതല്ല, ഇത് 3 യൂണിറ്റ് ചെന്നിങ്ങനെ ഒരു അഭിവൃദ്ധിയായിട്ട് അർത്ഥം.